അസ്സലാമു സുഹൃത്തുക്കളെ, വോയിസ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മലപ്പുറം ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപാണ്. കേരളത്തിലെ തന്നെ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു പള്ളിയിൽപ്പെട്ട ഒരു പള്ളിയാണ് ആന്ത്രോത്ത് ദ്വീപിലെ ജുമാ മസ്ജിദ്. പള്ളി റിനോവേഷൻ നടക്കുകയാണ്, പുതുക്കി പണിയുകയാണ്. അതിൻ്റെ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു വിങ് പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തായിട്ട് അതിലേക്ക് മാറാനുള്ള ഒരുക്കപ്പാടിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് പഴയ മസ്ജിദിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിലെ ജനങ്ങളെ മൊത്തം മുസ്ലിമാക്കിയ ഉബൈദുള്ള തങ്ങളുടെ മഖ്ബറയും ആന്ത്രോത്ത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മഖ്ബറിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആന്ത്രോത്ത് ദ്വീപിലെ പാട്ടകൾ തറവാട്ടിൽ നിന്നുമുള്ള ഹുസൈൻ സഖാഫി നമ്മളോടൊപ്പം സംസാരിക്കുകയാണ്. ഹുസൈൻ സഖാഫിയിൽ നിന്നുമാണ് ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടത്. 1402 വർഷമായി ഈ പള്ളിയുടെ തുടക്കം കഴിഞ്ഞിട്ട്. അത് ഉബൈദുല്ലാഹി തങ്ങൾ നേരത്തെ പറഞ്ഞ ഉബൈദുല്ലാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ്റെ മകൻ പൗത്രനായ ഉബൈദുല്ലാഹി തങ്ങളാണ് ഇവിടെ അത് ഫൗണ്ടേഷൻ സ്റ്റോൺ നടത്തിയത്. അതിനുശേഷം പിന്നെ കാര്യമായ ഒരു പുനർനിർമ്മാണമൊന്നും നമ്മുടെ അറിവിലുള്ളതില്ല. 67 ഇവിടെ ഒരു കൊടുങ്കാറ്റ് സംഭവിച്ചപ്പോൾ വലിയ രീതിയിലൊരു അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷം പിന്നെ പ്രത്യേകിച്ച് ഒരു പുനർനിർമ്മാണമൊന്നും നടന്നിട്ടില്ല. അതിനുശേഷമുള്ള നമ്മുടെ ഈ തലമുറ, ഒരുപക്ഷെ ഒരുപാട് തലമുറകൾക്ക് ശേഷമുള്ള ആദ്യത്തെ പുനർനിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുകയും അത് നമ്മുടെ ഇവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഇവിടെ വരികയും ഇവിടെയുള്ള ആളുകളെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും 100 മേനി വിജയം കൊള്ളുകയും ചെയ്തതിന് ശേഷം 200 ആളുകൾ അണിനിരന്നിട്ടാണ് ഈ പള്ളിയുടെ പണി അന്ന് തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ആളുകളും അകമഞ്ഞ് സഹായിക്കുകയും ഇതിന് ഭൂമി ദാനം ചെയ്യുകയും അവരുടെ കയ്യും മെയ്യും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പണി നിർമ്മിച്ച ഒരു പള്ളിയാണ്. അതിനുശേഷം അവർ അങ്ങനെ തുടർന്ന് വരുന്ന ഒരു മുത്തവല്ലിയായിട്ട് അവരുടെ വീട്ടുകാർ ഇങ്ങനെ ഇതുവരെ തുടർന്ന് വരികയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് ബലഹീനമായ ഒരവസ്ഥയിൽ നമുക്കിപ്പോൾ അത് പുനർനിർമ്മിക്കേണ്ടി വന്നു. അതിൻ്റെ 1ാം ഘട്ട പുനർനിർമ്മാണം, അതായത് അതിൻ്റെ ഈ പള്ളിയുടെ ബാക്ക് സൈഡ് അത് G+2 ഗ്രൗണ്ട് ഫ്ലോർ, 1 ഫ്ലോർ, 2nd ഫ്ലോർ, അങ്ങനെ ഫസ്റ്റ് ഫ്ലോറും 2nd ഫ്ലോറും എല്ലാ പണിയും കഴിഞ്ഞു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അടുത്ത വെള്ളിയാഴ്ച അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതാണിപ്പോൾ ഇതുവരെയുള്ളൊരു ചുരുക്കി പറഞ്ഞാൽ. നമുക്കിനി ചിലപ്പോൾ ഇനി പഴയ പള്ളി ആ ഒരു രൂപത്തിലും രീതിയിലൊക്കെ ഇനി നമുക്ക് ഓർമ്മകൾ മാത്രമായിരിക്കും അല്ലേ? കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ പള്ളിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ. പഴയ പള്ളിയുടെ പിന്നെ വീഡിയോസ് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. പിന്നെ എന്തായാലും പഴയ പള്ളി നമുക്ക് പുനർനിർമ്മിച്ചല്ലേ പറ്റൂ. പിന്നെ മദീനയിൽ മുത്തുനബിയുടെ പള്ളി പോലും പുനർനിർമ്മിക്കേണ്ടി വന്നു, കാരണം വേറെ രക്ഷയില്ലല്ലോ. അപ്പം അങ്ങനെ അത് പുനർനിർമ്മാണം നടത്തി. ഇപ്പോൾ അതിൻ്റെ ഒരു എൻട്രിയാണ് അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്. അതെ. പിന്നെ വേറൊരു സംശയം, ഇപ്പോൾ സാധാരണ ഈ പഴയ പള്ളിയൊക്കെ എന്നും ആകർഷണീയമാണല്ലോ. അതിലെ കൊത്തുപണികളും മിനുക്കുപണികളും കാര്യങ്ങളൊക്കെ വളരെ നല്ലൊരു കൗതുകമാണ് ശരിക്കും. പള്ളിയിലിരുന്നാൽ അത് കാണാനൊക്കെ തന്നെ. അപ്പോൾ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിത് പുതുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? പിന്നെ ഇതിൻ്റെ പുനർനിർമ്മാണം ഉദ്ദേശിച്ച സമയങ്ങളിലെല്ലാം എല്ലാവരും അഭിപ്രായപ്പെട്ട ഒരു അഭിപ്രായമായിരുന്നു നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ അഭിപ്രായം. അതായത് ഇത് പഴമ നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ പൊളിച്ച ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഈ മുൻഭാഗത്ത്, അതായത് ഇനി പൊളിക്കേണ്ട ഭാഗത്താണ്. അപ്പോൾ ഈ പൊളിക്കേണ്ട ഭാഗത്തുള്ള അതിൻ്റെ കൊത്തുപണികൾ, തൂണുകൾ, പിന്നെ മറ്റ് പ്രധാനപ്പെട്ട പണികളെല്ലാം അതേപോലെ തന്നെ നിലനിർത്തി തന്നെ ആയിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാകും. അതേപോലെ തന്നെ മിമ്പറിൻ്റെ മുകളിൽ അത് പണി കഴിപ്പിച്ച ഒരു സമയം, അതായത് അത് നിർമ്മിച്ചു എന്നല്ല അതിൽ പറയുന്നത്, അത് പണി കഴിപ്പിച്ച ഒരു സമയം പറയുന്നത്, അതായത് ഹിജ്റ 1020 എഴുതിയിട്ടുണ്ട്. ഒരു കണ്ണനൂരിലുള്ള, അതായത് കണ്ണൂരിലുള്ള കുഞ്ഞിപ്പോക്കർ, അതേപോലെ മറ്റൊരാൾ അത് മരത്തിൽ കൊത്തി വെച്ചത് ഇപ്പോൾ കാണാൻ സാധിക്കും നമുക്കത്. നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 425 വർഷം മുമ്പാണ് ആ മിമ്പർ പണി കഴിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നമുക്ക് കിട്ടാവുന്ന മരങ്ങളെല്ലാം അതിൽ തന്നെ ശേഖരിച്ച് പണി കഴിപ്പിച്ച് പുതുതാക്കി വെക്കുകയും പിന്നെ ദ്രവിച്ചു പോയത് മാത്രം മാറ്റുകയും ചെയ്തിട്ടാണ് ആ മിമ്പർ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അത് പുതുക്കിയത്. ആ രൂപത്തിൽ തന്നെ അതിന് ഒരു മാറ്റവും ഇല്ലാത്ത തരത്തിൽ അതിൻ്റെ പാറ്റേൺ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഒരു തരത്തിലുള്ള പുതിയ നിലയിലേക്കും പോയിട്ടില്ല, പഴയതൊന്നും കുറക്കാതെ. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം ഒഴിവാക്കി മരങ്ങൾ മാത്രം ഒഴിവാക്കിയാണ് ഇത് ചെയ്തത്. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ ഭാഗവും അതേപോലെ എല്ലാം അങ്ങനെ തന്നെ നിലനിർത്താനാണ്, പഴമയിൽ തന്നെ നിലനിർത്താനാണ്. നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ പഴയ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം പൊളിച്ചിട്ട് പുതുക്കി പണിയെടുത്ത ആ ബിൽഡിങ്ങിനകത്താണ്, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പള്ളിയുടെ മിമ്പർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അവിടെ മിമ്പർ കണ്ണൂരിൽ നിന്നുള്ള ഒരാളുടെ പേരൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ മിമ്പറിൻ്റെ അവിടെയാണ് ഇതിപ്പോൾ പുതുക്കിയിട്ടുണ്ട്. പക്ഷേ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്നും ഒഴിവാക്കാൻ എന്ന് പറഞ്ഞാൽ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത പോലുള്ള മരങ്ങൾ മാറ്റിയിട്ട് അവിടെ വേറെ മരങ്ങൾ ആ രീതിയിൽ തന്നെ റീപ്ലേസ് ചെയ്താണ് അല്ലേ? അപ്പോൾ ആ മിമ്പറാണ് ഇതിപ്പോൾ നമ്മളിവിടെ പണിയെടുക്കുന്നതുകൊണ്ട് ഇതാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി എങ്ങനെയാണ് ഉദ്ഘാടന പരിപാടിയും കാര്യങ്ങളും, ഇതിപ്പോൾ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും. അപ്പോൾ ഈ പള്ളി പണി നടക്കുന്ന
നമ്മളോടൊപ്പം നമ്മളൊക്കെ പണിയുടെ ഡ്രസ്സിലാണുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണി നടക്കുന്നത് കൊണ്ട് മാത്രം ഇതിൻ്റെ ആ പോളിഷൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് അതിൽ പ്രത്യേകമായിട്ട് എഴുതി വെച്ച ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അതിൻ്റെ ആ സൈഡിലൊക്കെ കെട്ടിക്കിടന്ന തടസ്സങ്ങളൊക്കെ മാറ്റി അതിൽ പൊടികളൊക്കെ ധാരാളം കയറിയിട്ട് കെട്ടിക്കിടന്നിരുന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. പിന്നെ വലിയ ചിലവിട്ട് തന്നെ ഇതിൻ്റെ പോളിഷൊക്കെ ചെയ്തു. പണ്ടുള്ള ഇരുൾ എന്ന് പറയുന്ന ഒരു മരമാണ് ഇതിൽ ഉപയോഗിച്ചത്. നല്ല കത്തി മരമാണ്. ഇന്ന് കാണുന്ന ഒരുപക്ഷെ തേക്കിനേക്കാളും നല്ല ഒരു സ്ട്രോങ് മരമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞിപ്പോക്കര്, അതേപോലെ മറ്റൊരാളും കൂടി ഉണ്ട് ഇതിൽ. ഈ കുഞ്ഞിപ്പോക്കര് പറഞ്ഞല്ലേ, അതിപ്പോ നമ്മൾ ഇതിന്റെ പുനർനിർമ്മാണ പണിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് നോക്കിയത് കൊണ്ട് കണ്ടതാണോ അല്ല നേരത്തെ കണ്ടിരുന്നു? നേരത്തെ കണ്ടപ്പോൾ പക്ഷേ അത് പൊടി പിടിച്ചതുകൊണ്ട് ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കില്ല. ഇപ്പോഴും പക്ഷേ വായിക്കാൻ സാധിക്കാത്ത ഭാഗങ്ങൾ അവിടെ ഉണ്ട്, കുറേയൊക്കെ നഷ്ടപ്പെട്ടു വരുന്നു. ഇതിൽ പറയുന്നതനുസരിച്ച് 1020 എന്ന് പറയുമ്പോഴേക്ക് 425 വർഷമായി. അപ്പോൾ അതിനെ അതിജയിച്ച് വരുമ്പോഴേക്ക് കുറേയൊക്കെ എന്തായാലും നഷ്ടപ്പെടില്ല. അപ്പോൾ അതിൻ്റെ ചില പുള്ളികളൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു, എൻ്റെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലൊക്കെ അതൊന്ന് വായിച്ച് കിട്ടാനായിട്ട്. പക്ഷെ അവരും ആർക്കും അങ്ങനെ മുഴുവനായി വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരെല്ലാം കൂടെ കുറച്ചൊക്കെ സഹായകമായിട്ടുണ്ട്. അവർ രണ്ടുപേര്, അതായത് കുഞ്ഞിപ്പൂക്കറിൻ്റെ കൂടെ മറ്റൊരാളും കൂടിയുണ്ട്. അവർ രണ്ടുപേരും അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും എന്ന് പറഞ്ഞാൽ അവരുടെ ആ താക്കത്ത് കൊണ്ടുമൊക്കെ നിർമ്മിച്ചു പരിപാലിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അമ്ര ഹാദൽ മസ്ജിദ്, ഈ മസ്ജിദിനെ പരിപാലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ആ എഴുതിയ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് 425 വർഷം ആയിട്ടുണ്ട് ഇതിന് മാത്രമായി. എന്നാലും നമ്മുടെ പള്ളി 1200 വർഷത്തോളം 1402 വർഷമായി. അപ്പോൾ അതിനുശേഷമുള്ള ആ ഒരു ബോഡി പിടിപ്പിക്കലായിരിക്കും ഇതിനുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ നമ്മളൊരു ഡേറ്റ് ഇതിന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ന് ഉണ്ടായെന്നല്ല, എന്നതുപോലെ അതിന് പുതുക്കിയൊരു സമയമായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. നമുക്ക് അത്രത്തോളം ആ ഫാക്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എത്ര വർഷം കഴിഞ്ഞാലും കേടുവരാത്ത തരത്തിലുള്ള നല്ലൊരു മരമാണ്, നല്ല കാതൽ മരമാണ്. ഇതിൽ കുറെ മരങ്ങൾ മാറ്റാൻ കിട്ടിയിട്ടുണ്ടോ? അല്ല, കുറച്ച് ഭാഗങ്ങൾ കുറച്ച് മാത്രമേ നമുക്ക് മാറ്റേണ്ടി വരും. ബാക്കി പക്കായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പണിയെടുത്ത ആശാരിമാർക്കൊക്കെ അറിയാം, മറ്റുള്ള മരങ്ങൾ പണിയെടുക്കുന്നതിന്റെ 3 ഇരട്ടി അധ്വാനം നമ്മൾ അതിന്റെ പണിക്കൂലിയും അത്ര തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രത്തോളം ഒരു കൂടുതൽ ഇതുള്ള ഒരു സംഭവമാണ്, ഒരു പണിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പണിയൊക്കെ കഴിയുമ്പോഴേക്കും മിമ്പർ ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി എത്രത്തോളം പണികൾ ഇനി ബാക്കി കിടപ്പുള്ള പണികൾ? ഇപ്പോൾ എടുത്ത പണിയേക്കാൾ കൂടുതലുള്ള പണിയാണ് അപ്പുറത്ത്. ഒന്ന് പഴമ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നൊരു വെല്ലുവിളി. ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചാടി വീണ് പണിയെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു ഭണ്ഡാരപ്പെട്ടിയൊക്കെ ഉണ്ട്, അതിലൊക്കെ എന്തുണ്ടോ, കാരണം അതൊന്നും ഈ അടുത്തൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ആലോചിച്ചതിന് ശേഷമേ നമുക്കത് പണിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാലും നല്ലൊരു എക്സ്പെൻസ് അതിനാവശ്യമാണ്. നേർച്ചപ്പെട്ടിയാണോ ഉദ്ദേശിച്ചത്? അല്ല, നേർച്ചപ്പെട്ടിയല്ല. ആ തൂണിന്റെ മുകളിൽ ഒരു പെട്ടിയുണ്ട്, ഒരു ഭണ്ഡാരപ്പെട്ടിയല്ല. അതിന്റെ ചാവിയൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കണം. ഇനി അത് മൊത്തം ബാൻ ചെയ്ത് അടച്ചു വെച്ചൊരു സംഭവമാണ്. അപ്പോൾ അതൊന്ന് തുറന്നൊക്കെ നോക്കണം. അപ്പോൾ അത് കാണിച്ചതാണോ? നമ്മൾ ക്യാമറയിൽ കാണിച്ചില്ലല്ലോ? ഇല്ല, നമ്മൾ ക്യാമറയിൽ ഇപ്പോൾ അത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാൻ സാധിക്കും. അത് പിന്നെ എത്രത്തോളമാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിന്റെ ചരിത്രങ്ങളും പിന്നെ ഉപയോഗങ്ങളുടെ കറാമത്തും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ വീഡിയോ ഒരുപാടൊക്കെ പോകും. ആന്ത്രോത്ത് ദ്വീപിലെ തന്നെ ഒരു ആശാരിയുടെ കരവിരുതാണ് ഈ കാണുന്നത്. അദ്ദേഹം ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾ ചിലവഴിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അത്ഭുതകരമായി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൊത്തുപണികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് എത്രയോ വർഷമായി, അത് കറക്റ്റ് നമുക്കതിൻ്റെ ആ വർഷം അവൈലബിൾ അല്ല, കാണുന്നില്ല. എന്തായാലും ഇതിങ്ങനെ നിലനിർത്തുക എന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ഇനി പുനർനിർമ്മിച്ചാലും ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുകയും ഇതിൻ്റെ അതേ പാറ്റേണിലേക്ക് ഈ മസ്ജിദിനെ നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഇനിയിപ്പോൾ ഈ പള്ളിയിലേക്ക് പുതിയ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം താമസിയാതെ തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കും. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് ഫിനാൻഷ്യലായിട്ട് വലിയ ഒരു ബാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ ആളുകൾ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നമ്മുടെ പള്ളിയുടെ വേഗത്തിലുള്ള നിർമ്മാണത്തിന് സാധിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എന്തായാലും വലിയ തോതിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന, വലിയ തോതിൽ ആളുകൾ വന്നുപോയ 1402 വർഷം നാഥന് സുജൂദ് ചെയ്ത ഒരു മസ്ജിദ്. അത് ഒരുപക്ഷെ ലക്ഷദ്വീപിലെ ആദ്യത്തെ പള്ളിയാണ്, കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളികളിൽ ഒന്ന്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന പള്ളി ചിലപ്പോൾ 1 or 2 മാത്രമായിരിക്കും ഉണ്ടാവുക. കാരണം ഹിജ്റ 41 ഇവിടെ പള്ളി പണിതിട്ടുണ്ട്. അത് പറയുമ്പോൾ ചേരമാൻ പെരുമാൾ പള്ളി, അതേപോലെ ഇത് 1 or 2 പള്ളികളായിരിക്കും ചിലപ്പോൾ ഇതിന് മുമ്പായിട്ടുണ്ടാവുക. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടുകൂടെ നമ്മളിതിനെ കാണുകയും ചെയ്യുന്നുണ്ട്.
ഇവിടെ മിക്കവാറും എല്ലാ തൂണുകളിലും പ്രത്യേകം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. മിമ്പറിൽ അതിൻ്റെ ഡാറ്റാസുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫാക്റ്റുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതൊക്കെ വലിയ കലാപരമായിട്ട് തന്നെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ അന്ന് സമയമെടുത്ത് തന്നെ പണി കഴിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കലക്ക് ഇവിടെ അറിയപ്പെടുന്നത്, ദ്വീപിൽ മാത്രം അറിയപ്പെടുന്നത് നഖ്ഷ് എന്നാണ്. നഖ്ഷ് അത് ഏത് തരത്തിൽ രൂപപ്പെട്ട വാക്കാണെന്ന് നമുക്കറിയുന്നില്ല. ഇവിടെ പഴയ ആളുകളൊക്കെ പറയുന്നത് നഖ്ഷ് എന്നാണ്. അപ്പോൾ ആ നഖ്ഷാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. വല്ലാതെ കഷ്ടപ്പെട്ടും സമയമെടുത്തും ഒക്കെ എഴുതിയതാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉബൈദുല്ലാഹി തങ്ങളുടെ മക്ബറ, അത് ഈ മക്ബറയാണ്. ഹിജ്റ 41 അവർ ഈ മക്ബറ ഇവിടെ ആന്ധ്രത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആന്ധ്രത്തിലേക്ക് എത്തിയ സമയത്തുള്ള ചരിത്രങ്ങൾ വലുതാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഒരു പ്രാവശ്യം പറയാം. അവർ വരികയും ഈ നാട്ടിൽ നിന്നുള്ള അടിസ്ഥാനമാണ് അവർക്ക് നൽകിയത്. അപ്പോൾ ഇവിടെ പാട്ടകൾ എന്ന് പറയുന്ന വീട്ടിലാണ് അവർ സ്റ്റേ ചെയ്തത്. അങ്ങനെ അവിടെ അവർ കിടന്ന സ്ഥലം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നെ മമ്പുറം തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട ഫദൽ തങ്ങൾ ഇവിടെ വരികയും ഈ മക്ബറയിൽ അവർ പ്രവേശിക്കുകയും തനിയെ വാതിൽ തുറക്കുകയും എന്നിട്ട് രണ്ടുപേര് സംസാരിക്കുകയും ചെയ്തതൊക്കെ ആയിട്ട് അവരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മക്ബറയാണ് ഇത്. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, MLA ഒക്കെ വരുന്ന സമയങ്ങളിൽ ഈ മക്ബറ സന്ദർശിച്ചതിന് ശേഷമാണ്, ഈവൻ ഇന്ദിരാഗാന്ധി പോലും ഇവിടെ വന്നതിന് ശേഷമാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയത്. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആന്ധ്രത്തിൽ ഈ സ്ഥലം. അസ്സലാമലൈക്കും. ഇപ്പോൾ പൊതു വെൽ ക്ലീനിങ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. ഒരുപാട് കാലമായിട്ട് അൽഹംദുലില്ലാ പണികളെല്ലാം ഏകദേശം ആദ്യത്തെ ഗഡു പണിയെല്ലാം തീർന്നു. അടുത്ത വെള്ളിയാഴ്ച, അതായത് മാർച്ച് 15-ാം തീയതി സംസ്ഥാന ആദ്യത്തെ വെള്ളിയാഴ്ച പിന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്നുള്ള രീതിയിൽ അതിനോടനുബന്ധിച്ചുള്ള ക്ലീനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ ഏകദേശം ഒരു പകുതിയോളം എത്തിപ്പേന്. ഇനിയും പണികളെല്ലാം ഒരുപാടുണ്ട്. എന്നാലും ആൾക്കാരെ പൊതുവായിട്ടുള്ള സഹായ സഹകരണങ്ങളും കാരണങ്ങളും എല്ലാം വീണ്ടും പ്രതീക്ഷിക്കേണ്ട. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പള്ളികളിൽ ഉള്ളതിനേക്കാൾ ഒരുപാട് ആത്മീയങ്ങൾ മുന്നിൽ കാണേണ്ട ഒരു പള്ളി തന്നെയാണത്. അതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് നമ്മളെ പരമ്പരാഗതമായിട്ട് തന്നെ എവിടങ്ങളിൽ തപ്പി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു പള്ളിയാണ്. അൽഹംദുലില്ലാ വീണ്ടും ഇതുപോലെയുള്ള ദീനി മേഖലകളിലൊക്കെ എല്ലാവർക്കും സഹകരിച്ച് മുമ്പോട്ട് പോകാനുള്ളൊരു സാഹചര്യം അല്ലാഹു തആല തുറന്നു തരുമാറാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാനുള്ളത്.
പള്ളിയുടെ മെയിൻ മുത്തവലിയും അവകാശിയുമായ അബ്ദുൽ കോച്ചുമായ അയാളുടെ അഹങ്കാരമൊന്നുമില്ലാതെ അയാൾ എന്ത് പണിയും ചെയ്യുന്നതാണ്. അത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അടുത്ത ആഴ്ച നമുക്ക് ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗമാണ് ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റേ ഭാഗം പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പുതുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതിന് ഇനിയും ഒരുപാട് പൈസേൻ്റെ ആവശ്യം വരും, എന്തായാലും ഒരുപാട് തുകയുടെ ആവശ്യം വരും. അപ്പോൾ പള്ളിയിലേക്ക് സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ജാരിയായ സദഖയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് കൂലി കിട്ടുന്ന, നമുക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു സദഖ തന്നെയാണ് പള്ളിയിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുശേഷം നമ്മൾ മരിച്ചതിന് ശേഷം ഈ പള്ളിയിൽ ആരൊക്കെ വന്ന് നമസ്കരിക്കുന്നു, ആരൊക്കെ വന്ന് ഖിറാഅത്ത് ഓതുന്നു, ആരൊക്കെ വന്ന് എന്തൊക്കെ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതിൻ്റെയൊക്കെ എല്ലാം പുണ്യം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഈ പള്ളിയിലേക്ക് തുടർന്നും ഇനി ഒരുപാട് പണികൾ ബാക്കി കിടപ്പുണ്ട്. പള്ളിയിലേക്ക് സംഭാവന ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവരുടെ പള്ളി ഈ കമ്മിറ്റിക്കാരുടെ അക്കൗണ്ട് നമ്പറും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാനോ അതുപോലെ കൂടുതൽ അറിയാനോ ഉണ്ടെങ്കിൽ ഹുസൈൻ സഖാഫിയുടെ നമ്പർ തന്നെ ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ കമ്മിറ്റിയുടെ പള്ളി പുനർനിർമ്മാണ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിലേക്ക് സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. ഇനി ഏതായാലും അടുത്ത ആഴ്ച നമുക്ക് ഈ പള്ളിയുടെ ഉദ്ഘാടന പരിപാടിയും നമുക്കതിൻ്റെ വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.